എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വന്യമൃഗശല്യത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതി ബില്ലിനെതിരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് ലോങ് മാർച്ച് നടത്തും. എടക്കര, നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനത്തോടെ ലോങ് മാർച്ച് നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ ലോങ് മാർച്ച് നടത്തുക. വയനാട് MP പ്രിയങ്ക ഗാന്ധി, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെ പങ്കെടുപ്പിക്കും. ലോങ് മാർച്ചിന്റെ ഭാഗമായി വഴിക്കടവിൽ നിന്നും നാളെ ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യും. മൂത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്ര പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലൂടെ വാഹന പ്രചരണ ജാഥ രാത്രി 8 മണിയോടെ അകമ്പാടത്ത് സമാപിക്കും. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 16 വൈകുന്നേരം 3 കരിമ്പുഴയിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ, അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിലൂടെ കരുളായി ടൗണിൽ സമാപിക്കും. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്ന ആദിവാസികൾ, കർഷകർ എന്നിവരും ലോങ് മാർച്ചിൽ അണിനിരക്കും. ജനങ്ങളെ ബാധിക്കുന്ന വനനിയമ ഭേദഗതി പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ദൈനംദിനമെന്നോണം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിക്കൊണ്ട് ഈ പറയുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയും കാട്ടുപന്നിയും കടുവയും പുലിയും ഇറങ്ങിക്കൊണ്ട് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നു മാത്രമല്ല ആളുകൾക്ക് തന്നെ ജീവന് ഭീഷണിയുണ്ടാകുന്ന രീതിയിൽ വ്യാപകമായ രീതിയിൽ ഈ പറയുന്ന വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം പോത്തുകല്ലിൽ ഇതേപോലെ നമ്മുടെ ഒരു ആളെ, കർഷകനെ ആന ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, നമുക്കറിയാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാഞ്ചേരിയിലെ ആദിവാസി സമൂഹത്തിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ സ്വന്തം കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വ്യാപകമായിക്കൊണ്ട് കാട്ടുപന്നികളിറങ്ങി ആളുകൾക്ക് വാഹനത്തിൽ പോലും, ഇരുചക്ര വാഹനത്തിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യം, ആ ശല്യത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. വാർത്താ സമ്മേളനത്തിൽ പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, ജാഥ കോർഡിനേറ്റർമാരായ MK ബാലകൃഷ്ണൻ, അസീസ് പുളിയഞ്ചാലി, യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.